ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ചു കാലമായിട്ട് നമ്മളെല്ലാവരും വിചാരിക്കുന്നതാണ് എന്താണ് ഹോണ്ടയ്ക്ക് പറ്റിയത്. കുറച്ചു കാലമായിട്ട് നല്ല വണ്ടികളൊന്നും ഇറക്കുന്നില്ല, ഓർ പുതിയ വണ്ടികളൊന്നും ഇറക്കുന്നില്ല. ഇന്ത്യയിലാണെങ്കിലും ഗ്ലോബലി ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പിന്നെ ഇന്ത്യയിലെ വരെ ലാസ്റ്റ് ഇറക്കിയത് പുതിയ ജനറേഷൻ അമേസ, അതിന് മുന്നേ എലവേറ്റ് ഇറക്കിയായിരുന്നു. പിന്നെ ഏകദേശം ഒരേ ഒരു ഫ്ലോ ആയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സ്പെഷ്യൽ എഡിഷൻസ് ഒക്കെ ഇറക്കും, അത്രയ്ക്കേ ഉള്ളൂ. എന്തായാലും അതിന് പുറമേയും ഇവർക്ക് പറ്റും എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഹോണ്ടയുടെ സീറോ സീരീസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങൾ. ഓർ സ്പേസ് അപ്പ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു 2024 കാണിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് വാഹനങ്ങളുടെ കൈൻഡ് ഓഫ് ഒരു കുറച്ചും കൂടെ പ്രൊഡക്ഷൻ സ്പെക്കുമായിട്ട് ക്ലോസ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ പുതിയ കോൺസെപ്റ്റുകളാണ് ഇവരിപ്പോൾ കാണിച്ചിരിക്കുന്നതെന്ന് പറയും. ഈവൻ ദോ ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ വരുന്നത് കോൺസെപ്റ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും ഈ വണ്ടികളുടെ 3 വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. അതിന് 3 കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ് ഇതിനകത്ത് 2 വണ്ടികൾ ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യം അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് വെറുതെ ചെയ്യുന്ന വീഡിയോ അല്ല, പുറത്തൊരു വണ്ടി ഇറങ്ങി അത് നിങ്ങൾ ചുമ്മാ കണ്ടോ എന്ന് പറഞ്ഞുള്ള ഉദ്ദേശത്തിലല്ല ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത് അവർ കൺഫേം ചെയ്തിട്ടുള്ള വണ്ടി തന്നെയാണ്. അതും ചുമ്മാ CBU റൂട്ട് വഴി ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് തട്ടാനല്ല, അല്ലാതെ ഇവിടെ തന്നെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത് മാക്സിമം ഒരു മാസ് മാർക്കറ്റ് EV ആയിട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാഹനമാണ്. ഈ വണ്ടി 2027 ഇന്ത്യയിലും അതുപോലെ ജപ്പാനിലുമാണ് അവരിപ്പോൾ നിലവിൽ ഇറക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇവർ കാണിച്ചിരിക്കുന്ന ബാക്കി 2 വണ്ടികളെയും കാണിച്ചു തരാം. ബട്ട് അതിന് മുന്നേ ഈ വണ്ടി നോക്കുമ്പം കുറച്ചും കൂടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈവൻ ലൈറ്റ്സിൻ്റെ ഒക്കെ ഡിസൈൻ ആണെങ്കിലും നമുക്ക് മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മൊത്തത്തിൽ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കണക്റ്റഡ് DRLs ഒക്കെ ഉള്ള ഒരു പാറ്റേണിലാണ് ഈ വാഹനത്തിന് ഹെഡ് ലാമ്പ്സ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ആണെങ്കിലും കുറച്ച് സിമ്പിളാണ്, ഒരുപാട് എലമെൻറ്റ്സ് ഒന്നും കൊടുത്ത് ഭയങ്കര എന്തൊക്കെയോ ആക്കിയിട്ടില്ല. പക്ഷേ ബാക്കി ഈ സൈഡിലേക്ക് വരുമ്പോൾ അതുപോലെ ബാക്കിലേക്ക് വരുമ്പം കാര്യങ്ങളുടെ ഒരു ഇത് അത്ര സിമ്പിളല്ല. ഫ്രണ്ടിൽ കുറച്ച് സിമ്പിൾ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. സൈഡും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നീറ്റാണ്. 19 ഇഞ്ച് അലോയ് വീൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 5 സ്പോക്ക് എയറോ ഡിസൈനുള്ള അലോയ് വീൽസ് ആണ്. ഗ്ലോസി ബ്ലാക്ക് ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, അതും അത്യാവശ്യം പ്രീമിയം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും അവർ ഇതുവരെ കാണിച്ചിട്ടില്ല, അത് ഈ വണ്ടിയുടെ മാത്രമേ കാണിക്കാത്തുള്ളൂ, ബാക്കി 2 വണ്ടികളുടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള വണ്ടികളുടെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം, അത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ വണ്ടി മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലത്തെ ഡോറൊക്കെ C-പില്ലർ മൗണ്ടഡ് ആയിട്ടാണ് കിട്ടുന്ന ഹാൻഡിൽസ്. ഫ്രണ്ടിലത്തെ ഡോറ് ഫസ്റ്റ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആയിരിക്കും. പിന്നെ ഈ വണ്ടിയിൽ ഒരു സാധാരണ മിറർ കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 വണ്ടികളിലും മിറർ ഇല്ല. അതിന് പകരം ക്യാമറ ആയിട്ടാണ് അവർ സൈഡിലത്തെ മിറർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ബാക്കിലത്തെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഏരിയ, അത് ഗ്ലാസ് ഇല്ല, ബോഡി പാനൽ തന്നെയാണ്. C-പില്ലറിൻ്റെ ഒരു എൻഡിലോട്ട് വരികയാണെങ്കിൽ വളരെ വലുതാണ്. ആൻഡ് റിയർ ഡിസൈൻ ഈ വണ്ടിയുടെ സത്യം പറഞ്ഞാൽ കുറച്ച് ഓക്കോർഡാണ്. എനിക്ക് പെട്ടെന്ന് കണ്ട അത്ര ഡൈജസ്റ്റ് ആയില്ല. ഇവർ പണ്ട് 2024 കാണിച്ച വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പം ഒരു ഇത്തിരിയും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറയും ഈ വണ്ടിയുടെ ഡിസൈൻ. പക്ഷേ സ്റ്റിൽ ഇത് കുറച്ച് എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് നിങ്ങൾ താഴെ കമൻസിൽ പറയാം. നമ്മുടെ ബാക്കിലത്തെ വിൻഷീൽഡ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു ടെയിൽ ലാമ്പാണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. അത്രയും വേണ്ടായിരുന്നു, കണക്റ്റഡ് ആക്കണമെങ്കിൽ ഇത്രയും കണക്റ്റഡ് ആക്കണ്ടായിരുന്നു, ഓർ ഇത്രയും അറ്റ്ലീസ്റ്റ് വലിച്ചു നീട്ടണ്ടായിരുന്നു എന്നെങ്കിലും പറയാം. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ഇത്തിരി ഓവർ ഡൺ ആയതുപോലെ എനിക്ക് തോന്നി. ഇത്ര ഇല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബാക്കിൽ ഹോണ്ട എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പേര് സീറോ ആൽഫ എന്നാണ്. ബാക്കി വണ്ടികളുണ്ട്, സീറോ SUV എന്ന് പറഞ്ഞ പേരിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറോ സലൂൺ എന്ന് പറഞ്ഞ പേരിൽ വേറൊരു വണ്ടിയും കൂടെ വരുന്നുണ്ട്. സോ അതാണ് ഈ വണ്ടിയുടെ മറ്റു വണ്ടിയുടെയും കാര്യം. ബാക്കി വണ്ടികളിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം, പക്ഷേ നമുക്ക് ജസ്റ്റ് ഇന്ത്യയിൽ വരുന്നു എന്ന് പറയുന്ന വണ്ടിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമല്ലോ. ഇനി 2027 ഈ വണ്ടി വരുന്നു എന്ന് പറയുമ്പം ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ എന്നാലും 2700 to 2800 mm ഇടയിലായിരിക്കും ഈ വണ്ടിയുടെ വീൽ ബേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല വലിയ വീൽ ബേസ് ആണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ബാറ്ററി പാക്ക് വരാൻ പോകുന്നത് 65 to 75 kWh ഇടയിലായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് ലേഔട്ട് ആയിരിക്കും ഈ വാഹനത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടാൻ പോകുന്നത്. റിയർ വീൽ ഡ്രൈവ് ആയിരിക്കില്ല. ഈവൻ ദോ ഇതൊരു ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഈ പറയുന്ന സീറോ സീരീസിലുള്ള വണ്ടികളല്ല ഇലക്ട്രിക് ആണ് കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോം ആണെങ്കിലും ആദ്യം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും വരുന്നത്. ബാക്കി 2 വണ്ടികളിലും റിയർ വീൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഈ വണ്ടിയിൽ മാത്രം എന്തുകൊണ്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ് ചൂസ് ചെയ്തെന്ന് അറിയില്ല, റിയർ വീൽ ഡ്രൈവ് കൊടുക്കായിരുന്നു. പക്ഷേ ഇത് ഇറങ്ങുകയാണെങ്കിൽ ഡയറക്റ്റ് റൈവൽറി വരാൻ പോകുന്നത് നമ്മുടെ വിറ്റാര ആയിട്ടാണ് എന്നാണ് ഹോണ്ട അറ്റ്ലീസ്റ്റ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 30 lakhs അടുത്തൊക്കെയായിട്ട് ഈ വാഹനത്തിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യാം. അതായിരിക്കും ഈ വിറ്റാരയുടെയും ടോപ്പ് സ്പെക്കിൻ്റെ ഒരു പ്രൈസ് വരാൻ പോകുന്നത്. സോ അതാണ് ഹോണ്ടയുടെ ആൽഫ സീറോ അല്ലെങ്കിൽ സീറോ ആൽഫ എന്ന് പറഞ്ഞ വാഹനത്തെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഇവരുടെ കുറച്ചും കൂടെ വലിയ സീറോ SUV പറ്റി പറയാം. ഇതെല്ലാം ജസ്റ്റ് കോൺസെപ്റ്റ് പേരുകളാണ്. സീറോ ആണോ O ആണോ അവർ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. O കോൺസെപ്റ്റ് എന്ന് പറയും, സീറോ കോൺസെപ്റ്റ് എന്ന് പറയും, എന്തെങ്കിലും ആവട്ടെ.
ഈ വണ്ടിയാണ് ഹോണ്ട വീണ്ടും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റി കൺഫേം ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ വണ്ടി, അതായത് ആൽഫ എന്ന് പറഞ്ഞ വണ്ടി 2027 വരുള്ളൂ. പക്ഷേ ഈ വണ്ടി 2026 തന്നെ, അതായത് അടുത്ത വർഷം തന്നെ ഇന്ത്യയിലേക്ക് വരും. പക്ഷേ ഇത് CBU വഴിയായിരിക്കും വരുന്നത്, ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ ആയിരിക്കില്ല. ജസ്റ്റ് അവരൊരു ഇത്രയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടിറക്കും എന്നേ ഉള്ളൂ. മിക്കവാറും നമ്മുടെ ഐനിക് 5 EV6, സീ ലൈൻ 7 അങ്ങനത്തെ വാഹനങ്ങളുടെയൊക്കെ ഒരു കോമ്പറ്റീഷനായിട്ടായിരിക്കും ഈ വണ്ടി വരാൻ പോകുന്നത്. ഇതിൻ്റെയും ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഡിസൈൻ അത്യാവശ്യം ഡീസൻ്റ് ആണെങ്കിലും ബാക്കിലേക്ക് വരുമ്പം വളരെ വിയേർഡായിട്ടുള്ള ഡിസൈനാണ്. നമ്മൾ ആദ്യം കണ്ട വണ്ടിയേക്കാൾ കുറച്ചുകൂടെ വലിയ വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ ഒരിത്തിരി നീളം കൂടുതലുള്ളതുകൊണ്ടും ഗ്ലാസ് ഏരിയ ബാക്കിൽ പിന്നെ അവർ ഇത്തിരി കൂടെ കുറച്ചതുകൊണ്ടും കുറച്ചും കൂടെ വിയേർഡായിട്ടുണ്ട് ഈ വണ്ടി കാണാൻ. എനിക്ക് ഇത്രയും വിയേർഡ്നെസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ഞാൻ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ അഗൈൻ ഈ വണ്ടിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, എന്താണ് കമൻസിൽ പറയാം. ഇതൊന്നും അല്ല, വേറെ ലാസ്റ്റ് ഒരു സലൂൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് കാണുമ്പോഴായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കാണുമ്പോൾ. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എനിവേ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത് ഈ ഒരു രീതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മിറേഴ്സ് ഇല്ല. ഇതിൻ്റെ ഏറ്റവും എൻഡിൽ കാണുന്ന 2 സ്ക്രീൻസും മിറേഴ്സും മിമിക് ചെയ്യുന്ന രീതിയിൽ അവർ സൈഡിൽ ക്യാമറ കൊടുത്തിരിക്കുന്ന സംഭവമാണ്. ഇത് നമ്മൾ പണ്ട് ഹോണ്ട ഇയിലൊക്കെ കണ്ടിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റിയറിംഗ് വീല് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ്. നമുക്ക് മുകളിൽ സ്പോക്കേ ഇല്ല. മുകളിൽ നമുക്ക് പിടിക്കാനുള്ള വട്ടമേ വരുന്നില്ല, താഴത്ത് മാത്രമേ ഉള്ളൂ. ടെസ്ലയുടെ മോഡൽ എസ്സിലൊക്കെ കാണുന്ന പണ്ടത്തെ സംഭവമൊക്കെ ഉള്ള പോലെ, അതായത് സ്റ്റിയർ ബൈ വയർ ടെക്നോളജി ആയിരിക്കും ഇത് കൊടുക്കുകയാണ് വരുന്നത്. അല്ലാതെ മൊത്തത്തിൽ നമ്മൾ താഴത്ത് മാത്രം പിടിച്ച് ഒരുപാട് കറക്കേണ്ടി വരില്ല, ആകപ്പാടെ പകുതി ഇറക്കിയാൽ മതിയാവും. എനിവേ പിന്നെ നമുക്ക് ഇതിനകത്ത് ഫുള്ളൊരു ഇൻ്റഗ്രേറ്റഡ് എല്ലാ സൈഡിലും സ്ക്രീനുള്ള ലേഔട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൻ്റെ സൈസും സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഡെഫിനറ്റ്ലി കോൺസെപ്റ്റ് വണ്ടികളായതുകൊണ്ട്. പക്ഷേ ഓവറോൾ എങ്ങനെയായിരിക്കും ഇൻറ്റീരിയർ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു ലേഔട്ടാണ്. ഹോണ്ട ഇത്രയും കാലം എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കാതിരുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ എന്ന് പറയുന്നത് അവർ പണ്ട് ഇറക്കിയതാണ്, അത് ജസ്റ്റ് അവർക്ക് ഒന്ന് ഇറക്കി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, അത്ര ഉള്ളെന്ന് തോന്നുന്നു. അല്ലാതെ പ്രത്യേകിച്ച് അവർ ആ വാഹനത്തിൽ ഒരുപാട് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ്ലി ഗ്രൗണ്ട് സ്റ്റെപ്പ് വരുന്ന വാഹനങ്ങളാണ്. ആൻഡ് പ്ലാറ്റ്ഫോം ആണെങ്കിലും പുതിയതാണ്. അതുകൊണ്ട് തന്നെ സ്പേസ് യൂട്ടിലൈസേഷനൊക്കെ അവർ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ്സ് ആണെങ്കിലും അതിൻ്റെ ഡിസൈനൊക്കെ കാണാം, നല്ല കംഫർട്ടബിൾ ഡിസൈനാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഈവൻ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. എല്ലാം തന്നെ 5 സീറ്റർ മോഡൽസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. 7 സീറ്റർ വലിയ വണ്ടികളൊന്നും വന്നിട്ടില്ല, ഓർ 3 റോ വണ്ടികളൊന്നും ഇതുവരെ ഇറക്കിയിട്ടില്ല. പിന്നെ ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ASIMO അല്ലെങ്കിൽ ASIMO എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അത് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോണ്ടയുടെ ലെവൽ 3 അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ലെവൽ 3 എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ഡ്രൈവിംഗ് ആയി, വണ്ടിക്ക് തന്നെ ഓടാനുള്ള കഴിവൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ആൻഡ് അതിൽ തന്നെ നമുക്ക് OT അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. സോ ഇതെല്ലാം തന്നെ സോഫ്റ്റ്വെയർ ഡ്രിവൺ ആയിട്ടുള്ള വാഹനങ്ങൾ, അതായത് SD വെഹിക്കിൾസ് ആയിരിക്കും എന്നാണ് ഹോണ്ട വിശേഷിപ്പിക്കുന്നത്. അതായത് ഫുള്ളി ഈ 0 സീരീസിൽ വരുന്ന പ്ലാറ്റ്ഫോമിലുള്ള വണ്ടികളുടെ കാര്യമെല്ലാം പറയുന്നത്. ആദ്യം പറഞ്ഞ ആൽഫ വാഹനം ഇതിൻ്റെ അകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് അതിൻ്റെ അകത്തും ഓട്ടോണമസ് ഡ്രൈവിംഗ് ടെക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻസ് ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. തൽക്കാലത്തേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്ര മതി. ഇനി നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ഇതാണ് ഇവരുടെ സീറോ സലൂൺ എന്ന് പറഞ്ഞ വണ്ടി. ഇത് ഫ്രണ്ട് ഡിസൈനൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ പഴയ ലംബോർഗിനി ഗലാഡോ പോലെയൊക്കെ തോന്നും, കാണാൻ നല്ല രസമാണ്. പക്ഷേ സൈഡിലേക്കും ബാക്കിലേക്കും വരുമ്പോഴേക്കും എന്താണ് ഇതിന് പറ്റിയെന്ന് എനിക്കറിയില്ല. ബാക്കിൽ ഇതിൽ ഗ്ലാസ് ഒന്നും ഇല്ല. നമുക്ക് ആകപ്പാടെ ടോപ്പിൽ വരുന്ന ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുള്ള ആ ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ വലിയൊരു ലൈറ്റ് ബാർ പോലത്തെ സാധനം, അതിൻ്റെ അകത്ത് തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് പോലത്തെ സാധനം, പിന്നെ ഹോണ്ടയുടെ ഒരു ലോഗോ നടുവിൽ, പിന്നെ വട്ടത്തിലുള്ള കുറേ ലൈറ്റ്, എല്ലാം കൂടെ ആയിട്ട് എന്തൊക്കെയൊക്കെയോ കാണിച്ചു വച്ചിരിക്കുകയാണ് ഇതിൻ്റെ ബാക്ക്. അഗെയിൻ ഇതും എനിക്കറിയില്ല എന്താണ് പറയേണ്ടത് എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ പറഞ്ഞോളൂ. ഹോണ്ട ഇത്രയും റാഡിക്കലായിട്ടുള്ളൊരു ഡിസൈൻ സ്റ്റൈലിങ്ങിലേക്ക് പോകുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര കൺസർവേറ്റീവായിട്ട് ഇത്രയും കാലം സ്റ്റൈൽ ചെയ്തുകൊണ്ടിരുന്നൊരു കമ്പനിയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ഹ്യുണ്ടായി ഒക്കെ ചെയ്യുന്ന പോലെ ഞങ്ങൾ ഭയങ്കര റാഡിക്കലാണ്, ഞങ്ങൾ മൊത്തം മാറാൻ പോവാണ് എന്ന് പറഞ്ഞ് മാറുന്ന പോലെ ഉണ്ടായിരുന്നു. എനിവേ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് കാണാം. മറ്റേ SUV 2 കാണിച്ച പോലെയല്ല, ഇതിൻ്റെ കുറച്ചുകൊണ്ട് സ്പോർട്ടി ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ്. ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ടും പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ സാധനങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ സീറ്റ്സ് നിങ്ങൾക്ക് കാണാം തിരിങ്ങോട്ട് സ്പോർട്ടിയാണ്. അതുപോലെ ബാക്കിലാണെങ്കിലും ഇതിപ്പോൾ കോൺസെപ്റ്റ് ആയതുകൊണ്ട് മൊത്തത്തിലുള്ളൊരു സോഫ സീറ്റ് പോലത്തെ സെറ്റപ്പാണ്. പക്ഷേ സ്പേസ് ഇതിനകത്ത് ഭയങ്കര കൂടുതലാണ്, കാരണം വണ്ടിക്ക് നല്ല നീളമുണ്ട്. പിന്നെ ഇതൊരു സ്പോർട്സ് കാർ ടൈപ്പ് ഡിസൈനിൽ വരുന്നതുകൊണ്ട് തന്നെ സ്പോർട്സ് കാറിൻ്റെ ഡിസൈൻ ആണെങ്കിലും സ്പേസിൽ കുറവൊന്നും വരുത്തിയിട്ടില്ല. സാധാരണ ഇതിൽ സ്പോർട്സ് കാർസ് എന്ന് പറയുമ്പോൾ ബാക്കിലത്തെ സീറ്റിൻ്റെ സ്പേസൊക്കെ ഭയങ്കര കോംപ്രമൈസ്ഡ് ആയിരിക്കും, വേണമെങ്കിൽ ഇരുന്നോ എന്നുള്ളൊരു ഇതാണ്. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിൽ നല്ലൊരു പ്രീമിയം പരിപാടി തന്നെയാണ് അവരകത്ത് പിടിച്ചിരിക്കുന്നത്. പൊതുവേ നമ്മളിപ്പോൾ ഇറങ്ങുന്ന എല്ലാ EVസിലും കാണുന്ന ഒരു സംഭവം തന്നെ.
എന്തായാലും ഹോണ്ട ഈ വാഹനങ്ങൾ 2026 ആകുമ്പോഴേക്കും പ്രൊഡക്ഷനിലോട്ട് ഇറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലല്ല, ഗ്ലോബലി പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുന്നത് 2026 ബാക്കി ആദ്യം പറഞ്ഞ നമ്മുടെ സീറോ SUV CBU വഴി 2026 ഇന്ത്യയിൽ വരും എന്ന് മാത്രം. ഈ വണ്ടിയുടെ കാര്യം അറിയില്ല, ഇത് വരുന്നതിനെ പറ്റിയൊന്നും അവർ പറഞ്ഞിട്ടില്ല. വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയ കാര്യമുണ്ടെന്ന്, അധികം ആൾക്കാർ വാങ്ങാനുള്ള സാധ്യതയില്ല. പക്ഷേ വേണമെങ്കിൽ CBU വഴി കൊണ്ടുവന്നവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രം. ആൽഫ SUV ഏതായാലും 27 നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ സ്പെക്കായിട്ട് തന്നെ, അതായത് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഇതാണ് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹോണ്ടയുടെ വാഹനങ്ങളെ പറ്റി പറയാനുള്ള ഡീറ്റെയിൽസ്. ഞാൻ ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുന്നില്ല, ഓൾറെഡി 3 വണ്ടികളെ പറ്റി ഞാൻ അത് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാൻ, നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.